ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാങ്ങച്ചാർ ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒരു പിടി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ 4 വലിയ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ ഏകദേശം 1 ടീസ്പൂണിനടുത്ത് കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കാം. പൊടിയുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടി കരിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇപ്പോൾ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചൊറുക്കയാണ് ഒഴിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ചൊറുക്ക ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വിനാഗിരി ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മാങ്ങ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ 2 വലിയ മാങ്ങ ചെറുതായി കനം കുറച്ച് അരിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ അച്ചാർ റെഡിയായി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. ഇപ്പോൾ ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.